ദുബായിൽ നിന്ന് കടലിനടിയിലൂടെ 2 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലേക്ക് ഒരു ട്രെയിൻ യാത്ര, അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്ന് പറയോ? ഇത് മറ്റേ കടലിന്റെ അടിയിൽ കൂടി ഈ ട്രെയിൻ വരുന്ന പദ്ധതി 2018 ഇതിന്റെ ആശയം ഉത്ഭവിച്ചതാണ്. ഇത് ചെയ്യാൻ പോകുന്നത് മറ്റേ UAE ഒരു കമ്പനിയാണ്, നാഷണൽ അഡ്വൈസർ ബ്യൂറോ എന്നാണ് കമ്പനിയുടെ പേര്. ഇത് ഒരുപാട് $1 ബില്യൺ ചെലവ് വരുന്ന പരിപാടിയാണ്. ചില രാജ്യങ്ങളിലൊക്കെ കടലിന്റെ അടിയിൽ കൂടി കുറച്ച് ദൂരത്തേക്കുള്ള ട്രെയിനൊക്കെ ഇപ്പൊ തന്നെ ഉണ്ട്, തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടി. അതിൽ നിന്ന് ഇത് വ്യത്യാസം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിനിന്റെ ഉള്ളിലിരുന്ന് ഈ 2 മണിക്കൂർ യാത്ര കടലിൽ കൂടി നടത്തുമ്പോൾ ഇതൊരു തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടിയാണെന്ന് തോന്നില്ല. 2 വശത്തും കടലിലെ കാഴ്ചകൾ കാണാവുന്ന വിധത്തിലാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ജനാലകൾ പോലെ, ഗ്ലാസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് കാണാവുന്നത് പോലെ ഉള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. കടലിലെ കാഴ്ചകൾ മുഴുവൻ കണ്ടുകൊണ്ട് ഉള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. 600 മുതൽ 1000 കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിൽ 600 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അങ്ങനെ വേഗത്തിൽ വരാവുന്ന ട്രെയിൻ. ഇത് ഫുജൈറയിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. ദുബായ് പ്രോപ്പർ അല്ല, ഫുജൈറയിൽ നിന്ന് മുംബൈയിൽ 2 മണിക്കൂർ കൊണ്ട് എത്തുന്നു എന്നുള്ളതാണ്. ഇത് ഫുജൈറ എന്ന് വെക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രെയിനിൽ യാത്രക്കാർ മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്, ഇതിൻ്റെ അകത്ത് ക്രൂഡ് ഓയിലും കൂടി, ഇങ്ങോട്ട് വരുന്ന എണ്ണയും കൂടി ഈ ട്രെയിനിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവരെണ്ണ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മുംബൈക്ക് വടക്ക് നിന്ന് നർമ്മദയിൽ നിന്നുള്ള വെള്ളം അവിടെ ആവശ്യമുണ്ടല്ലോ, വെള്ളം തിരിച്ച് ദുബായിലേക്ക്, ഫുജൈറയിലേക്ക് വെള്ളം കൊണ്ടുപോകും. അങ്ങനെ ഒരു വിശാലമായ കൺസെപ്റ്റാണ്. അതിൻ്റെ ഫീസിബിളി സ്റ്റഡിയിലേക്ക് നടക്കുന്നു. എന്ന് പറഞ്ഞാൽ സാധ്യതാ റിപ്പോർട്ട്, സാധ്യതാ പഠനവും കാര്യങ്ങളും ഒക്കെയാണ്. അതിൻ്റെ എങ്ങനെ ഇരിക്കും എന്നുള്ള ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കടലിൻ്റെ അടിയിൽ കൂടി പോകുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹൈ സ്പീഡ് ട്രെയിനാണ്. 2030 ഇത് നടപ്പാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പണി തുടങ്ങിയാൽ 2030 തീരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും UAE തമ്മിൽ അടുത്ത കാലത്ത് മോദി പോയിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ചില ചർച്ചകൾ നടന്നായിട്ട് ഇപ്പോൾ വന്ന ട്രാവൽ ആൻഡ് ടൂർ വേൾഡ് എന്ന് പറഞ്ഞ മാസികയിലൊക്കെ, രാജ്യാന്തര മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, ഇത് പറയുന്നുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ ഒരു ചർച്ച ഈ കമ്പനിക്കാരും ഒക്കെ ആയിട്ട് ചർച്ച നടന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിമാനത്തിൽ വരവ് ഇപ്പോൾ 3 മണിക്കൂർ പ്ലസ് ആവുമല്ലോ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ സൗകര്യം, അതുമായിട്ടൊരു മത്സരവും ഈ കടലിൻ്റെ അടിയിൽ കൂടെ ട്രെയിൻ യാത്രയിൽ ഉണ്ടാവും. ചിലപ്പോൾ കൂടുതൽ ആളുകൾ ഇത് പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ട് വിമാനത്തെക്കാൾ എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നാഷണൽ അഡ്വൈസർ ബ്യൂറോയുടെ ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ ഇതിൻ്റെ വീഡിയോ, അതായത് ഒരു ഭാവനാത്മകമായ ഒരു ദൃശ്യ പരമ്പര യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കടലിൻ്റെ അടിയിൽ കൂടി മുംബൈയിലേക്ക് ഫുജൈറയിൽ നിന്ന് ഇത് വരുന്നത്. അപ്പം ഇതെങ്ങനെയായിരിക്കും പണിത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാങ്കല്പിക ദൃശ്യങ്ങളാണുള്ളത്. കടലിൻ്റെ അടിയും എല്ലാം അതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ തുരങ്കമല്ലാത്തത് കൊണ്ട് ധാരാളം ടെക്നിക്കൽ എൻജിനീയറിങ് വെല്ലുവിളികൾ, ചാലഞ്ചസ് ഉണ്ടാവും. സാങ്കേതികവും എൻജിനീയറിങ് സംബന്ധവുമായ ഒരുപാട് വെല്ലുവിളികൾ തരണം ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ 2 രാജ്യങ്ങളും ഇത് ചർച്ച ചെയ്തിട്ട് ഇതിൻ്റെ അനുമതി ഈ കമ്പനിക്കൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഫണ്ട് റൈസിങ്ങും ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാലാണ് 2030 എന്നുള്ളത്. ബുർജ് ഖലീഫ, പാം ഐലൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗംഭീരമായ പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടുള്ളതാണ്. ഇതുപോലെ എൻജിനീയറിംഗ് മാർവൽ എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ പലയിടത്തും കാണാം. നമ്മൾ സൗദിയിൽ നിയോം എന്ന് പറഞ്ഞൊരു നഗരം, ഒരു ഡിജിറ്റൽ നഗരം തന്നെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നതിനെ പറ്റി നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങുന്നവരാണ് അവർ. അപ്പോൾ ഇത് അറബിക്കടലിന് കുറുകെ ആണല്ലോ ഇത് വരുന്നത്.
ഈ റെയിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മുംബൈ അല്ലേ, ധനകാര്യ തലസ്ഥാനം, അതിനെ അവിടുത്തെ ഫുജൈറ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്നു ഈ റെയിൽ ലൈൻ. അതാണ് അതിൻ്റെ അകത്ത് കച്ചവടം കൂടി കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു തുറമുഖവുമായി ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ചരക്കുകളും കൂടി ഈ ട്രെയിനിൽ ഇന്ത്യയിലേക്ക് UAE നിന്ന് വരുന്നു. UAE-യുമായിട്ട് നമ്മൾ ധാരാളം കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് 2030 ആകുമ്പോൾ എത്രയായിരിക്കണം എന്നൊക്കെയുള്ള ധാരണയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇപ്പോൾ 2018 ഈ ആശയം പൊട്ടിമുളച്ചതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിമാനത്തിൽ നമ്മൾ 3 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞല്ലോ, അത് എയർപോർട്ടിൽ നമ്മൾ ചെലവാക്കുന്ന സമയമൊക്കെ നോക്കാതെയാണ് പറയുന്നത്. യാത്രാ സമയം അത് മാത്രമാണ്. എയർപോർട്ടിൽ നമ്മൾ കുറെ ചെക്ക്-ഇൻ സമയമൊക്കെ ഉണ്ടല്ലോ, കാത്തു നിൽക്കുന്ന സമയം ഒക്കെ ഉണ്ട്. അപ്പോൾ 1 മണിക്കൂറോളം ലാഭമുണ്ട് വിമാനയാത്രയെ അപേക്ഷിച്ചിട്ട് ഇതിൽ. അപ്പോൾ സാധ്യത ഈ ഏതുതരം ട്രെയിനുകളൊക്കെയാണ് ഇതിന് നന്നാവുക എന്നുള്ളതൊക്കെ സാധ്യത റിപ്പോർട്ടിൽ പറയും. പലതരം ട്രെയിനുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ വിദേശത്തുമൊക്കെ ഇതിൻ്റെ ഈ കടലിൻ്റെ അടിയിൽ കൂടിയിട്ട് ബുള്ളറ്റ് ട്രെയിനുകൾ ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഏത് തരം ട്രെയിനാണ് വേണ്ടതെന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറയും. ഇത് ലോകത്തിൽ ഈ കടലിൻ്റെ അടിയിൽ കൂടി പോകുന്ന ആദ്യമല്ല എന്ന് പറഞ്ഞല്ലോ. UK, അതായത് ബ്രിട്ടനെ ഫ്രാൻസുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇങ്ങനൊരു ട്രെയിൻ ഉണ്ട്, ചാനൽ ടണൽ എന്ന് പറയുന്നത്. ചാനൽ ടണലിൻ്റെ ഉള്ളിൽ കൂടി ഇംഗ്ലീഷ് ചാനലിൽ കൂടിയിട്ടുള്ളത് 1994 നിലവിൽ വന്നത്. ഇങ്ങനെ കടലിൻ്റെ അടിയിൽ കൂടിയിട്ടുള്ള ട്രെയിൻ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വരുന്നത്. ഇഷ്ടിക തുരങ്കങ്ങളാണ് ഈ ചാനൽ ടണലിലുള്ളത്. ലണ്ടൻ, ഫ്രാൻസ്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. UAE ഇത്തരം പല കാര്യങ്ങളിലും സാങ്കേതിക കാര്യങ്ങളിലും മുന്നിലാണെന്ന് പറഞ്ഞല്ലോ. ഹൈപ്പർ ലൂപ്പ്, ഡ്രൈവറില്ലാത്ത ഫ്ലൈയിങ് കാറുകൾ, അങ്ങനെയൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. അടുത്ത കാലത്ത് UAE ഇന്ത്യ ഉച്ചകോടി നടന്നപ്പോൾ ഇത് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അബുദാബിയിൽ വെച്ചാണ് ഉച്ചകോടി നടന്നത്. UAE-യുമായിട്ടുള്ള ഈ കമ്പനിക്കാർ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫ്ലോട്ടിംഗ് അണ്ടർ വാട്ടർ നെറ്റ്വർക്ക് എന്നാണ് ഈ പദ്ധതിക്ക് പറയുന്നത്, പൊങ്ങിക്കിടക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ. കമ്പനിയുടെ MD മറ്റേ അബ്ദുള്ള അൽ ഷേഹി മുമ്പ് ഈ ആശയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് മുമ്പേ, ഇപ്പോഴല്ല. ഇപ്പോൾ ഇതിൻ്റെ MD ഡോക്ടർ അഹമ്മദ് അൽ ഹരീരി എന്ന് പറഞ്ഞ ആളാണ്. ആദ്യം ഇത് പറഞ്ഞിരുന്നു അൾട്രാ സ്പീഡ് ഫ്ലോട്ടിംഗ് ട്രെയിൻസ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഉഭയകക്ഷി കച്ചവടം, ബൈലാറ്ററൽ ട്രേഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഫുജൈറയിൽ നിന്ന് എണ്ണ, അതൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഫുജൈറയിൽ നിന്ന് എണ്ണ ഇങ്ങോട്ട് വരും. മുംബൈക്ക് വടക്ക് നർമ്മദയിൽ നിന്ന് അധിക വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ മറ്റ് GCC രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാവും. ഈ സാമ്പത്തികം വേണമല്ലോ, അവർക്കും ഗുണമുള്ളതാണ്. മറ്റ് GCC രാജ്യങ്ങൾക്കും ചരക്ക് ഇന്ത്യയിലേക്ക് ഫുജൈറയിൽ കൊണ്ടുവന്നിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ആയിട്ട് ചർച്ച നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വെള്ളത്തിനും ഓയിലിനും പൈപ്പ് ലൈന് ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ മുംബൈ അഹമ്മദാബാദ് അണ്ടർ സീ റെയിൽ നമ്മുടെ പദ്ധതിയായിട്ടുണ്ട്. മുംബൈയും ഗുജറാത്തിലെ അഹമ്മദാബാദുമായിട്ട് നമ്മൾ തന്നെ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇന്ത്യക്ക് തന്നെ. പിന്നെ സൗദിയിൽ നിയോം എന്ന് പറഞ്ഞ $1 ട്രില്യൺ പ്രോജക്റ്റ് അവിടെ നടക്കുന്നു. പിന്നെ ഈ ടണലിൽ കൂടിയൊക്കെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള റെയിൽ അങ്ങനെയും പല സ്ഥലങ്ങളിലും ഉണ്ട്, ഒരുപാടുണ്ടത്. ചൈനയിലാണ് കൂടുതൽ. ബെയ്ജിങ്ങിൽ നിന്ന് കുൻമിങ്ങിലേക്ക് 2653 കിലോമീറ്റർ ദൂരത്തിൽ റെയിലുണ്ട്. ഈ കുൻമിങ്ങും നേപ്പാളും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ചില പദ്ധതികളൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അതാണ് ഈ നേപ്പാൾ നമുക്ക് പലപ്പോഴും വെല്ലുവിളിയാണെന്ന് പറയുന്നത്. പിന്നെ ബെയ്ജിങ് ഗുവാങ്ഷോ 2298 കിലോമീറ്റർ റെയിൽപാതയുണ്ട്, തുരങ്കങ്ങളുമൊക്കെ ആയിട്ട്. അത് 10
10.43 മണിക്കൂർ, അതായത് 10.25 മണിക്കൂർ പോകുന്ന ട്രെയിനും ഉണ്ട്, 14 മണിക്കൂർ പോകുന്ന ട്രെയിനും ഉണ്ട്. 2 തരം ട്രെയിനുകളുണ്ട്. ഇപ്പോൾ ജപ്പാനിലാണെങ്കിൽ കടലിൻ്റെ അടിയിൽ കൂടി കുറച്ച് ദൂരം ഈ പോകുന്നുണ്ട് ട്രെയിൻ, കടലിൻ്റെ അടിയിൽ കൂടി. സെയ്ക്കൻ ടണൽ എന്നാണ് ജപ്പാനിലെ ഈ കടലിൻ്റെ അടിയിൽ കൂടിയിട്ടുള്ള ഇതിന് പറയുന്നത്, അണ്ടർ സീ. 53.85 കിലോമീറ്ററാണ് ഈ സെയ്ക്കൻ ടണൽ എന്ന് പറയുന്നത്. അതിൽ 23.3 കിലോമീറ്റർ സുഗാരു ഉൾക്കടലിൽ കൂടിയാണ്. അത്രയും ഭാഗം, കുറെ ഭാഗം. 790 അടി ജലനിരപ്പിൽ നിന്ന് താഴെ ആണ് ഈ ട്രെയിൻ ഓടുന്നത്. അപ്പോൾ ഇതിനേക്കാളും ഒക്കെ ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയൊരു സാങ്കേതിക വിസ്മയം, മാർവൽ ആയിരിക്കും ഈ ഫുജൈറയിൽ നിന്ന് മുംബൈയിലേക്കുള്ള കടലിൻ്റെ അടിയിൽ കൂടിയിട്ടുള്ള 2030 സാധ്യമാകും എന്ന് വിചാരിക്കുന്ന ഒരു കുതിച്ചുചാട്ടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.